നമസ്കാരം. അറേബ്യ ദിസ് വീക്കിൻ്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. അചഞ്ചലമായ വിശ്വാസത്തിൻ്റെ സന്ദേശം പകർന്നുകൊണ്ട് ത്യാഗത്തിൻ്റെ, സഹനത്തിൻ്റെ കഥകൾ ഓതിത്തന്ന് മറ്റൊരു ബലിപെരുന്നാൾ കൂടി കടന്നു പോവുകയാണ്. ഗൾഫിലുള്ളവരെ സംബന്ധിച്ച് ഇത് ആശ്വാസത്തിൻ്റെ പെരുന്നാൾ കൂടിയായിരുന്നു. നീണ്ട അവധി കാരണം പലരും പലതരത്തിലുള്ള യാത്രകളുടെയും തിരക്കിലാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇബ്രാഹിം നബിയുടെ ഹൃദയത്തിൽ തറഞ്ഞ വിശ്വാസം, പകരമായി സൃഷ്ടാവ് കനിഞ്ഞു നൽകിയ അനുഗ്രഹങ്ങൾ, പരീക്ഷണങ്ങളിൽ ക്ഷമ കാണണമെന്നതിൻ്റെ ഏറ്റവും പ്രധാന ഉദാഹരണമായിരുന്നു അത്. ത്യാഗത്തിൻ്റെ, സഹനത്തിൻ്റെ ഓർമ്മകൾ ഉണർത്തുന്ന ബലിപെരുന്നാൾ. സന്തോഷിക്കാനും സന്തോഷിപ്പിക്കാനുമുള്ള ദിനങ്ങൾ. പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തിലാണ് ഗൾഫിൽ വീണ്ടും ഒരു പെരുന്നാൾ എത്തിയത്. എല്ലാ പ്രയാസങ്ങൾക്കും അറുതി ഉണ്ടാകുമെന്ന സന്ദേശം കൃത്യസമയത്ത് വീണ്ടും ഓർത്തെടുക്കാനുള്ള അവസരമായി പെരുന്നാൾ ദിനങ്ങൾ മാറുകയാണ്. എല്ലാത്തിനെയും അതിജീവിക്കുമെന്ന പ്രതീക്ഷ പടർത്തുന്ന ദിനങ്ങൾ. അതിരാവിലെ തന്നെ പെരുന്നാൾ നമസ്കാരം. ഗൾഫ് രാജ്യങ്ങളിലെ പതിവിന് മാറ്റമില്ല. UAE-ലും കുവൈറ്റിലും ഈദ്ഗാഹുകളില്ലായിരുന്നു. വിശ്വാസികൾ പള്ളികളിലേക്ക് നമസ്കരിക്കാനെത്തി. 5:45 UAE-യിൽ നമസ്കാരം. പ്രാർത്ഥനാ നിർഭരമായ നിമിഷങ്ങൾ. മലയാളത്തിൽ ഉൾപ്പെടെ ഖുതുബകൾ നടന്നു. ഇമാമുമാർ ഈദ് സന്ദേശം പകർന്നു. നിൽക്കാൻ പറഞ്ഞെടുത്ത് നിൽക്കുക, നടക്കാൻ പറഞ്ഞെടുത്ത് നടക്കുക, ഓടാൻ പറഞ്ഞെടുത്ത് ഓടുക, കിടക്കാൻ പറഞ്ഞെടുത്ത് കിടക്കുക, ഉറങ്ങാൻ പറഞ്ഞപ്പോൾ ഉറങ്ങുക. ഇതൊക്കെയും ഹജ്ജിൻ്റെ ഏതാനും ദിവസങ്ങളിൽ അതിൻ്റെ അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായി മനാസിക്കുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ എന്തെല്ലാം അവസ്ഥകൾ, അവസരങ്ങളുണ്ടോ അതെല്ലാം സൃഷ്ടാവായ നാഥനു വേണ്ടി അർപ്പിക്കുക എന്നുള്ള സന്ദേശമാണ്. കലർപ്പില്ലാത്ത ആത്മാർത്ഥമായ സന്ദേശമാണ് ഹജ്ജിൻ്റെ ആ സന്ദേശം. അത് തന്നെയാണ് ബലിപെരുന്നാളിൻ്റെ സന്ദേശം. ഒരിക്കൽ കൂടി എല്ലാവർക്കും സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ ആശംസകൾ നേർന്നുകൊള്ളുന്നു. ഏറ്റവും നല്ല ശാന്തമായൊരു അന്തരീക്ഷത്തിൽ നല്ല സമാധാനത്തോടെ ഏറെ സന്തോഷത്തോടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും കുടുംബത്തിൻ്റെയും ഒക്കെ ഓർമ്മകൾ അയവിറക്കുന്ന ഒരു ബലിപെരുന്നാൾ കൂടി ഇവിടെ വന്നെത്തി എന്നുള്ളത്, അതിൽ ആരോഗ്യത്തോടു കൂടി അതിനാഘോഷിക്കാൻ സാധിച്ചു എന്നുള്ളതിൽ അള്ളാഹുവിന് നന്ദിയുള്ളവരാവുക. അതാണ് വിശ്വാസികൾ ഈ ഒരു സന്ദർഭത്തിൽ ഓർക്കാനുള്ളത്. ഇന്നത്തെ ഖുതുബ വളരെ ആറ്റിക്കുറിച്ചെടുത്ത ഏറ്റവും നല്ല സംക്ഷിപ്തമായ ചില ഉപദേശങ്ങൾ. ഇബ്രാഹിം നബിയുടെ ജീവിതം തന്നെ വലിയ വിശാലമാണ്. എല്ലാ കാലത്തും പ്രസക്തമായ ഒരുപാട് സ്വഭാവ മൂല്യങ്ങളും സംസ്കാര മൂല്യങ്ങളുമൊക്കെ നിലനിൽക്കുന്നൊരു ജീവിതം. അതിലെ 2 ഏടുകൾ മാത്രമായിരുന്നു ഇന്നത്തെ ഖുതുബയിലുണ്ടായിരുന്നത്. ഒന്ന് സത്യസന്ധത, എല്ലാ കാലഘട്ടത്തിലും എല്ലാവർക്കും ആവശ്യമുള്ള, എന്നാൽ പലരും കൈമോശം കൊണ്ടിരിക്കുന്ന ആ ഒരു വിശിഷ്ട ഗുണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് വല്ലാതെ സത്യസന്ധനായിരുന്നു. ആ കുടുംബത്തോട് അതിനപ്പുറത്ത് ഏറ്റവും വലിയൊരു നാഗരികത ഈ ലോകത്ത് കടന്നു വന്നത് ആ ഒരു സത്യസന്ധതയുടെ അനന്തരഫലമാണ് എന്നുള്ളതാണ് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളിലൂടെയൊക്കെ അള്ളാഹു ഓർമ്മിപ്പിക്കുന്ന കാര്യം. അപ്പോൾ അത് വിശ്വാസികൾ കൂടുതൽ ആ ഒരു കാര്യത്തെ ഗൗരവത്തോടു കൂടി കണക്കാക്കണമെന്നായിരുന്നു ഇന്നത്തെ സംസാരങ്ങളിൽ മുഴുവൻ നമ്മൾ കാതോർത്തത്. PV അബ്ദുൽ വഹാബ് MP ഇത്തവണ പെരുന്നാൾ ആഘോഷിച്ചത് ദുബായിലാണ്. വിശ്വാസത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ പ്രതിസന്ധികളെ മറികടക്കാനാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. എല്ലാ വർഷവും പറഞ്ഞ പോലെ നമ്മുടെ എല്ലാ വ്യൂവേഴ്സിനും ഈദ് മുബാറക്. നമ്മുടെ സുഹൃത്തുക്കൾക്ക് കൊല്ലവും വരാൻ സാധിക്കില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നു തുടക്കത്തിൽ. കൊല്ലവും പടച്ചെന്ന അനുഗ്രഹത്താൽ
കുട്ടികളെയും നാട്ടുകാരെയും കാണാനും ഇവിടെ വരാൻ. ഞാൻ സാധാരണ ഒരു പെരുന്നാൾ നാട്ടിലും ഒരു പെരുന്നാൾ, ചെറിയ പെരുന്നാൾ ഇവിടെ വലിയ പെരുന്നാളാണ്. ശുഭാപ്തി വിശ്വാസികളല്ലേ. ഇന്ന് നമ്മളെ പ്രശ്നങ്ങളൊന്നും അല്ല, എല്ലാ കാലത്തും കൊള്ളാമല്ല. പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും, നമ്മൾ ജീവിക്കണം. അതാണല്ലോ ജീവിതം, അതാണല്ലോ ഇസ്ലാം പഠിപ്പിക്കണമെന്ന് തന്നെ. നമ്മളൊന്നും നിരാശരാകരുത്. പരീക്ഷണമാണ്, അത് കടുത്തതായിരിക്കും, ചിലപ്പോൾ ലൈറ്റായിരിക്കും. എൻ്റെ പ്രശ്നത്തിലൊക്കെ ലൈറ്റാണ്, വലുതായിട്ടൊന്നും വന്നില്ലല്ല. എല്ലാവരും പ്രാർത്ഥന താൽക്കാലികമായി ഒരു ശമനം വന്നില്ല. ചെറിയ പെരുന്നാളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഗൾഫ് മേഖലകളിലെ പ്രതിസന്ധികൾക്ക് അയവ് വന്നിട്ടുണ്ട്. അവധി ദിവസം കൂടുതലായതിൻ്റെ സന്തോഷത്തിൽ യാത്രകളിലാണ് അധികം പേരും. പെരുന്നാൾ വളരെ നന്നായിരുന്നു. സാധാരണയുള്ള പെരുന്നാളിനെ കാണും കുറച്ചും കൂടി എന്താ പറയുക, സന്തോഷവും പ്രതീക്ഷയും നൽകുന്നൊരു പെരുന്നാൾ തന്നെയാണ്. ഇപ്രാവശ്യം ഈദ്ഗാഹ് ഒഴിവാക്കിയിരുന്നു. പക്ഷെ എന്നാലും പുറത്ത് തന്നെ ഈദ്ഗാഹിനുള്ള ഇത് കിട്ടി. ഇനിയിപ്പം ഫ്രണ്ട്സിനെയും കൂടി പുറത്ത് പോകണം, പിന്നെ കുടുംബക്കാരുടെ അടുത്ത് പോകണം, എല്ലാവരുമായിട്ട് ഒരുമിച്ച് നിൽക്കണം. പിന്നെ ചെറിയ ഗാദറിംഗ് ഒക്കെ ഉണ്ട്. പെരുന്നാൾ വളരെ സന്തോഷമാണ്. ലോകമെമ്പാടും പ്രതികൂല സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു ത്യാഗത്തിൻ്റെ ഒരു പ്രതീകമാണല്ലോ ഈ പെരുന്നാൾ. അത് ആഘോഷിക്കാൻ കഴിഞ്ഞതിൽ, ഞാൻ ആഴ്ച കിട്ടിയതിലും വളരെ സന്തോഷം. ഫ്രണ്ട്സായിട്ട് പുറത്ത് പോകണം, അത് കഴിഞ്ഞിട്ടൊരു ഭക്ഷണം, പിന്നെ ഫാമിലി ഉണ്ട്, വരത്തേക്ക് ഒന്ന് പോകണം. എന്തായാലും കുഴപ്പമില്ല, അൽഹംദുലില്ലാ. ഇത്തവണ വിവിധ പാർക്കുകളിലും ബീച്ചുകളിലും ഷോപ്പിംഗ് മാളുകളിലും നല്ല തിരക്കായിരുന്നു. ഷാർജ എക്സ്പോ സെന്ററിൽ എക്സ്പോ മേള ഇപ്പോഴും പുരോഗമിക്കുകയാണ്. UAE ഭരണാധികാരികളും ഈദ് ആശംസകൾ നേർന്നു. രാജ്യത്തെ സ്വന്തം വീടായി കാണുന്ന ഓരോരുത്തർക്കും പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ ആശംസകൾ അറിയിച്ചു. UAEയിൽ 2000-ലധികം പേരെയാണ് പെരുന്നാളിനോടനുബന്ധിച്ച് പൊതുമാപ്പ് നൽകി ജയിൽ മോചിതരാക്കിയത്. കാരുണ്യത്തിന്റെ ദിനങ്ങളിൽ ഭരണാധികാരികളും ജനങ്ങളോട് കരുണ കാട്ടി. അടിമുടി സുരക്ഷയിൽ പിഴവേതുമില്ലാതെ ജനങ്ങളെ ചേർത്തുപിടിച്ചാണ് ഗൾഫ് രാജ്യങ്ങൾ പെരുന്നാൾ ആഘോഷിച്ചത്. ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാക്കി ഹാജിമാർ പുണ്യ നഗരങ്ങളിൽ നിന്ന് മടങ്ങിത്തുടങ്ങി. ഇത്തവണയും കുറ്റമറ്റ രീതിയിലായിരുന്നു ഹജ്ജ് കർമ്മങ്ങളൊക്കെയും നടന്നത്. ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും മഹത്തായ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു ഹജ്ജ് കർമ്മം കൂടി അവസാനിച്ചിരിക്കുകയാണ്. കുറ്റമറ്റ ഹജ്ജ് ചെയ്തവൻ നവജാത ശിശുവിനെ പോലെ പാപമുക്തരാണ് എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഹജ്ജിൽ ഉൾക്കൊണ്ട ഈ ചൈതന്യം ഭാവി ജീവിതത്തിലും ഉൾക്കൊള്ളും എന്ന പ്രഖ്യാപനവുമായാണ് തീർത്ഥാടകർ മിനായിൽ നിന്ന് മടങ്ങിയത്. 5 മുതൽ 6 ദിവസം വരെ ഹജ്ജ് കർമ്മങ്ങൾ നീണ്ടുനിന്നു. 160ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള 18 ലക്ഷത്തോളം തീർത്ഥാടകരാണ് ഇത്തവണ ഹജ്ജ് നിർവഹിച്ചത്. ഒരേ വേഷവും ഒരേ മന്ത്രധ്വനികളുമായി വിവിധ രാജ്യക്കാർ, കറുത്തനും വെളുത്തവനും എല്ലാവരും ഒരു കുടക്കീഴിൽ നിന്നുകൊണ്ട് 6 ദിവസം ഹജ്ജ് കർമ്മങ്ങൾ അനുഷ്ഠിച്ചു. കഴിഞ്ഞ തിങ്കളാഴ്ച, അതായത് ദുൽഹജ്ജ് 8-നാണ് ഹജ്ജ് കർമ്മങ്ങൾ ആരംഭിച്ചത്. ഇതിനായി ദുൽഹജ്ജ് 7-ന് രാത്രി തന്നെ തീർത്ഥാടകർ മക്കയിലും പരിസര പ്രദേശങ്ങളിൽ നിന്ന് മീനായിലേക്ക് നീങ്ങി. ദുൽഹജ്ജ് 8-ന് ഉച്ചയ്ക്ക് മുമ്പായി
ഏതാണ്ട് എല്ലാ തീർത്ഥാടകരും തമ്പുകളുടെ നഗരം എന്നറിയപ്പെടുന്ന ഈ മീനായിൽ എത്തിച്ചേർന്നു. ആദ്യത്തെ ദിവസം തീർത്ഥാടകർക്ക് കർമ്മങ്ങളൊന്നും അനുഷ്ഠിക്കാനില്ല. തൊട്ടടുത്ത ദിവസം, അതായത് ദുൽഹജ്ജ് 9 നടക്കുന്ന അറഫ സംഗമത്തിനുള്ള തയ്യാറെടുപ്പായാണ് ആദ്യത്തെ ദിവസത്തെ മീനായിലെ താമസം കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ദുൽഹജ്ജ് 8 പകൽ മുഴുവൻ ഈ തീർത്ഥാടകർ തമ്പുകളിൽ പ്രാർത്ഥനകളും മറ്റു ആരാധനാ കർമ്മങ്ങളുമായി കഴിഞ്ഞു. ദുൽഹജ്ജ് 9 ഹജ്ജിന്റെ ഏറ്റവും പ്രധാന കർമ്മമായ അറഫ സംഗമം. ഇതിനായി ദുൽഹജ്ജ് 8 രാത്രി മുതൽ തന്നെ തീർത്ഥാടകർ അറഫയിലേക്ക് നീങ്ങി. ദുൽഹജ്ജ് 9 ഉച്ചയായപ്പോഴേക്കും എല്ലാ തീർത്ഥാടകരും അറഫയിൽ എത്തിച്ചേർന്നു. അറഫയിലെ നമ്ര പള്ളിയും ജബുൽ റഹ്മ മലയും അതോടൊപ്പം തന്നെ ടെന്റുകളുമെല്ലാം തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞു. മീനായിലും അറഫയിലുമെല്ലാം വളരെ വിപുലമായ സൗകര്യങ്ങളാണ് തീർത്ഥാടകർക്കായി സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം ഒരുക്കിയിരുന്നത്. അറഫയിലെ നമിറ പള്ളിയിൽ നടന്ന നമസ്കാരത്തിനും ഖുതുബക്കും മദീനയിലെ ഇമാമായ ഷെയ്ഖ് അലി അൽ ഹുദൈഫി നേതൃത്വം നൽകി. ദുൽഹജ്ജ് അറഫ ദിനത്തിന്റെ അന്ന് ഉച്ച മുതൽ സൂര്യൻ അസ്തമിക്കുന്നതുവരെ തീർത്ഥാടകർ പാപമോചന പ്രാർത്ഥനകളിലും മറ്റു ആരാധനാ കർമ്മങ്ങളിലും മുഴുകി. ദുൽഹജ്ജ് 9 സൂര്യൻ അസ്തമിച്ചതോടെ തീർത്ഥാടകർ അടുത്ത കർമ്മത്തിനായി മുസ്ദലിഫയിലേക്ക് പോയി. അറഫയിൽ നിന്നും ഏതാണ്ട് 14-15 കിലോമീറ്റർ ദൂരെയുള്ള മുസ്ദലിഫയിലേക്ക് നടന്നും ബസ്സുകളിലും മഷായിർ മെട്രോ സർവീസിലുമൊക്കെയാണ് തീർത്ഥാടകർ പോയത്. മുസ്ദലിഫയിൽ തീർത്ഥാടകർക്ക് മീനായിലെ പോലെയോ അറഫയിലെ പോലെയോ ടെന്റുകളില്ല. മുസ്ദലിഫയിലെ തുറന്ന മൈതാനത്താണ് തീർത്ഥാടകർ ഒരു രാത്രി മുഴുവൻ കഴിച്ചു കൂട്ടിയത്. പിറ്റേ ദിവസം മുതൽ മീനായിലെ ജംറകളിൽ എറിയാനുള്ള കല്ലുകൾ ശേഖരിക്കുക എന്നതാണ് മുസ്ദലിഫയിൽ തീർത്ഥാടകർ നിർവഹിക്കുന്ന പ്രധാനപ്പെട്ട കർമ്മം. 4 ദിവസം 3 ജംറകളിൽ എറിയാനായി 70ഓളം കല്ലുകളാണ് തീർത്ഥാടകർ മുസ്ദലിഫയിൽ നിന്ന് ശേഖരിച്ചത്. ദുൽഹജ്ജ് 10 അതായത് പെരുന്നാൾ ദിവസം ആയപ്പോഴേക്കും രാവിലെ തീർത്ഥാടകർ മുസ്ദലിഫയിൽ നിന്ന് ഭൂരിഭാഗം തീർത്ഥാടകരും നടന്നുകൊണ്ട് മീനായിലേക്ക് തിരിച്ചു വന്നു. മീനായിലെ തമ്പുകളിൽ തിരിച്ചെത്തി. അതോടൊപ്പം തന്നെ മീനായിലെ ജംറയിൽ കല്ലേർ കർമ്മം ആരംഭിക്കുകയും ചെയ്തു. തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ള ദിവസമായിരുന്നു ദുൽഹജ്ജ് 10 അഥവാ ബലിപെരുന്നാൾ ദിവസം. മീനായിലെ ജംറയിൽ കല്ലേർ കർമ്മം നിർവഹിക്കുക, ബലി നൽകുക, മുടിയെടുക്കുക, ഇഹ്റാമിൻ്റെ പ്രത്യേക വസ്ത്രം മാറ്റി സാധാരണ വസ്ത്രം ധരിക്കുക, വിശുദ്ധ മക്കയിൽ പോയി കഅബയെ തവാഫ് ചെയ്യുക, ഇങ്ങനെയുള്ള ബലി നൽകുക, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട എല്ലാ കർമ്മങ്ങളും തീർത്ഥാടകർക്ക് അനുഷ്ഠിക്കാനുള്ളത് ഈ ദുൽഹജ്ജ് 10 പെരുന്നാൾ ദിവസമായിരുന്നു. ഈ കർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ച് വൈകുന്നേരമായപ്പോഴേക്കും തീർത്ഥാടകരെല്ലാം മീനായിലെ തമ്പുകളിൽ തന്നെ തിരിച്ചെത്തി. പിന്നീടുള്ള 3 ദിവസം, അതായത് അയ്യാമു തശ്രീഖ് പൗർണമി ദിനങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ദിവസങ്ങളിൽ മീനായിലെ 3 ജംറകളിലും ആദ്യത്തെ ദിവസം ദുൽഹജ്ജ് 10 ഒരു ജംറയിൽ മാത്രമാണ് കല്ലേർ കർമ്മം നിർവഹിച്ചത് എങ്കിൽ പിന്നീടുള്ള 3 ദിവസം 3 ജംറയിലും ജംറത്തുൽ ഊല, ജംറത്തുൽ ഉസ്ത, ജംറത്തുൽ അഖബ ഇങ്ങനെയുള്ള 3 ജംറകളിലും തീർത്ഥാടകർ കല്ലേർ കർമ്മം നിർവഹിച്ചു. ദുൽഹജ്ജ് 12 ഉച്ചയ്ക്ക് ശേഷം നടന്ന കല്ലേർ കർമ്മം പൂർത്തിയാക്കി സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പായി തീർത്ഥാടകർ മീനായിൽ നിന്ന് ഭൂരിഭാഗം തീർത്ഥാടകരും മീനായോട് വിട പറഞ്ഞു. ബാക്കിയുള്ള തീർത്ഥാടകർ ഏതാണ്ട് 30% വരുന്ന തീർത്ഥാടകർ
ദുൽഹജ്ജ് 13 ഉച്ചയ്ക്ക് ശേഷം നടന്ന കല്ലേർ കർമ്മം പൂർത്തിയാക്കിയാണ് കർമ്മങ്ങൾ അവസാനിപ്പിച്ചത്. ഏതായാലും സമീപകാലത്തൊന്നും കാണാത്ത രീതിയിലുള്ള സുഖകരമായ സമാധാനപരമായ ഒരു ഹജ്ജായിരുന്നു ഇത്തവണത്തേത്. കനത്ത ചൂടായിട്ട് പോലും അത് തീർത്ഥാടകരെ കാര്യമായി ബാധിക്കാത്ത രീതിയിൽ കർമ്മങ്ങൾ പൂർത്തിയാക്കാൻ സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന് സാധിച്ചു. So for the Hajis who arrived in Jeddah, 71,000 pilgrims under Hajj committee arrived in Jeddah, and these are the ones who would move to Medina post the core Hajj period. So we've made all the arrangements both for their transfer by bus, and some of them would be transferred by the high speed train. അൽഹംദുലില്ലാ ഹജ്ജ് കർമ്മങ്ങളൊക്കെ നന്നായിട്ട് ഇവിടെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. സൗദി അറേബ്യ പ്രത്യേകിച്ചും വളരെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇന്ത്യക്കാരെ പ്രത്യേകിച്ചും നന്നായിട്ട് ഫുഡൊക്കെ എന്ത് ഫുഡ് വേണമെങ്കിലും നമുക്ക് കഴിക്കാനായിട്ടും എന്ത് സൗകര്യങ്ങളും നമുക്ക് കിട്ടുന്ന രീതിയിലായിരുന്നു ഇവിടെ ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത്. അൽഹംദുലില്ലാ നമ്മുടെ ടീം ഇന്ത്യൻ ഹജ്ജ് സർവീസ് അവരുടെ കൂടെയാണ് ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നത്. അവർ വളരെ നല്ല രീതിയിലാണ് ഞങ്ങൾക്ക് സർവീസും കാര്യങ്ങളൊക്കെ തന്നത്. അതുപോലെ തന്നെ എല്ലാ കർമ്മങ്ങളും കൃത്യമായിട്ട് നമുക്ക് നടത്താനായിട്ടുള്ള സൗകര്യങ്ങൾ സൗദി അറേബ്യയും ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ സർവീസസും ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. കൂടുതലായിട്ട് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഇവിടെ ഹജ്ജിൻ്റെ പ്രൊസീജിയേഴ്സ് നടക്കുന്നത്. കാരണം നമുക്ക് ഒരു മേഖലയിലും, അതായത് നമ്മൾ മീനയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അറഫയിലെത്തി, അറഫയിൽ നിന്നും മുസ്തലിഫയിൽ രാപ്പാർത്തു, ഇന്നിപ്പം ജംറയിൽ കല്ലെറിഞ്ഞു. നന്നായി സഹകരിച്ചു. നമുക്ക് ഒരു ഘട്ടത്തിലും അറഫ മുതൽ മുസ്തലിഫ വരെയും എല്ലാം സമയബന്ധിതമായിട്ട് എല്ലാ കർമ്മങ്ങളും അൽഹംദുലില്ലാ നമുക്ക് നിർവഹിക്കാൻ പറ്റിയിട്ടുണ്ട്. ബലിപെരുന്നാളിന് കേരളത്തിൽ ഇത്തവണ ഏറ്റവും അധികം സന്തോഷിച്ചത് ആരാണെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. കോഴിക്കോട് കോടമ്പുഴ സീനത്ത് മൻസിലിൽ ഫാത്തിമ ഉമ്മ. മലയാളികൾക്ക് ഏറെ നാളായി സുപരിചിതനായുള്ള അബ്ദുൾ റഹീമിൻ്റെ ഉമ്മ. റഹീം ബലിപെരുന്നാൾ ദിനത്തിൽ നാട്ടിലെത്തി. റിയാദിൽ നിന്നുള്ള എയർ ഇന്ത്യ വിമാനം കരിപ്പൂരിലേക്ക് എത്തുകയാണ്. ഈ വിമാനത്തിൽ പല ദേശത്തുള്ള പലതരം ആളുകളുണ്ട്, വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവർ. അക്കൂട്ടത്തിൽ ഒരു മനുഷ്യനുണ്ട്, 2 പതിറ്റാണ്ടായി ഇങ്ങനെയൊരു യാത്ര കൊതിച്ചിരിക്കുന്നയാൾ. 20 വർഷം കാത്തിരിപ്പും കണ്ണീരും കനവുമായി കഴിഞ്ഞയൊരാൾ. ഫാത്തിമയുടെ പ്രിയപ്പെട്ട മകൻ അബ്ദുൾ റഹീം. പിറന്ന മണ്ണിൽ 20 കൊല്ലത്തിനപ്പുറം വീണ്ടും അയാൾ കാലൂന്നി. മാറ്റങ്ങളുടെ മഹാവിപ്ലവമുണ്ടായ കാലമാണ്. പലതും ആദ്യ കാഴ്ചയിൽ വ്യക്തമായി മനസ്സിലായി കാണില്ല. മുന്നിലുള്ളതെല്ലാം ഒരുമിച്ച് കാണാൻ ഈ മനുഷ്യൻ ശ്രമിച്ചിട്ടുണ്ടാകും. ഹൃദയത്തിൽ എന്തൊക്കെയോ വികാരങ്ങൾ വന്നു മൂടിയിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലനം മുഖത്ത് കാണാം. കേരളം കാത്തിരുന്ന റഹീമിനെ കാണാൻ എയർപോർട്ടിൽ നിരവധി ആളുകൾ എത്തിയിരുന്നു. റഹീം നേരെ വീട്ടിലേക്ക് പോയി. ഉമ്മയെ കാണണം. ഓരോ രാത്രികളിലും
സൗദിയിലെ ജയിലിലും മറ്റും താൻ ചിന്തിച്ചതും സ്വപ്നം കണ്ടതും ഈ മുഹൂർത്തമാണ്. ഉമ്മയെ കാണണം, ചേർത്തു പിടിച്ച് കരയണം. ഒടുവിൽ ആ നിമിഷമെത്തിയത് ഒരു ബലിപെരുന്നാൾ ദിനത്തിലും. വികാരഭരിതമായ കാഴ്ചകൾക്കാണ് കേരളം സാക്ഷിയായത്. സഹായിച്ചവരോടും സ്നേഹിച്ചവരോടും ഉമ്മയും മകനും നന്ദി പറഞ്ഞു. വളരെ സന്തോഷം. എല്ലാവർക്കും പ്രാർത്ഥിച്ചവർക്ക് സഹായിച്ചവർക്ക് എല്ലാവർക്കും വിദേശത്തുള്ളവർക്കും നാട്ടിലുള്ളവർക്കും സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും സഹായിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അൽഹംദുലില്ലാ എൻ്റെ കുട്ടീനെ തമ്പ വെക്കണി, എൻ്റെ കുട്ടീൻ്റെ തെറ്റി കിട്ടി അൽഹംദുലില്ലാ. എത്ര കണ്ട് സൂക്ഷിക്കണം നിങ്ങളൊക്കെ സേവനം കൊണ്ട് താനെത്തി. റഹീമിന്റെ മോചനത്തിനൊപ്പം നിന്ന 24-നും ഉള്ളു തുറന്നു സന്തോഷിക്കാനുള്ള കാഴ്ചകളായിരുന്നു ഇത്. വളരെ നന്ദിയുണ്ട് കേട്ടോ എസ്കാൻ. പിന്നെ ഇനിയിപ്പോൾ എന്താ പറയുക, വളരെ സന്തോഷത്തിലാണ്. നമ്മൾ ബലിപെരുന്നാൾ വലിയ ആഘോഷമായിട്ട് ഇതാ എല്ലാവരും വന്നിരിക്കുകയാണ്. എസ്കാനും ഭാര്യയും ഇവിടെ വന്നത് നമുക്കറിയാമല്ലോ, എസ്കാൻ ഇത് ഏറ്റെടുത്തത് നമുക്കറിയാമല്ലോ. അറിയാതെ സംഭവിച്ച പിഴവിനാണ് കഴിഞ്ഞ 20 കൊല്ലം റഹീമിന് ജയിലിലും മറുനാട്ടിലുമായി കഴിയേണ്ടി വന്നത്. റഹീമിന് വേണ്ടി നിലകൊണ്ട മലയാളികളുടെ വിജയം കൂടിയാണിത്. വിടുതലിനായി ആവശ്യപ്പെട്ട വലിയ തുക മലയാളികൾ സ്വരൂപിച്ചത് ദിവസങ്ങൾ കൊണ്ടാണ്. ഒത്തുപിടിച്ചാൽ സാധ്യമാകാത്തതായി ഒന്നുമില്ലെന്ന് നമ്മൾ വീണ്ടും തെളിയിച്ചു. അറേബ്യ ദിസ് വീക്കിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർത്തിയാകുന്നു. അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം. ഗുഡ് ബൈ.